മലപ്പുറം കണ്ണമംഗലം തോട്ടശ്ശേരിയിൽ ക്ഷേത്രക്കുളത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പ്രതികളെ ഉടൻ പിടികൂടിയില്ല എങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ഹൈന്ദവ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. വഖഫ് ഭൂമിയാണെന്ന പള്ളിക്കമ്മിറ്റി അവകാശവാദം ഉന്നയിച്ച അറക്കൽ തമ്പുരാട്ടി ക്ഷേത്രഭൂമിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. പള്ളിക്കമ്മിറ്റിക്ക് അനുകൂലമായ വഖഫ് കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ക്ക് സമീപം കണ്ണമംഗലം എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ രാത്രിയുടെ മറവിൽ ഈ രീതിയിൽ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഈ കുളത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. ഈ സാമൂഹ്യ വിരുദ്ധരാണ് ഇത് തള്ളിയത്. ഇത് വലിയ രീതിയിലുള്ള സംഘർഷത്തിനുള്ള സാധ്യതയ്ക്ക് അത്തരത്തിൽ സംഘർഷത്തിനുള്ള വഴി തെളിയിക്കാനുള്ളതാണ് എന്നാണ് സൂചന. കാരണം ഇത് നിലവിൽ കേസ് നിലനിൽക്കുന്ന ഒരു ഭൂമി കൂടിയാണ്. ഇത് വഖഫും അതോടൊപ്പം തന്നെ പള്ളി കമ്മിറ്റിയും മദ്രസയും അടക്കം ഈ ക്ഷേത്രത്തിന്റെ ഭൂമിക്ക് വേണ്ടി അവർ കേസ് നൽകിയിട്ടുണ്ട്. ഇത് പിന്നീട് വഖഫിന്റെ കോടതിയിൽ എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയം പിന്നീട് വഖഫ് അവർക്ക് അനുകൂലമായ വിധിക്കൊക്കെ ഉണ്ടായി. അതിനുശേഷം ഹൈന്ദവ വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അടക്കം സമീപിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി ഈ വഖഫ് കോടതിയുടെ ഈ വിധി റദ്ദാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് തിരൂർ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏകദേശം 2 ഏക്കർ 47 സെന്റ് സ്ഥലമാണ് ഈ ഭൂമി ഉള്ളത്. ഇത് 2 ഘട്ടത്തിലാണ്. ഇതിൻ്റെ 1 ഏക്കർ 23 സെന്റ് സ്ഥലവും അതോടൊപ്പം തന്നെ മറ്റു ബാക്കിയുള്ള സ്ഥലവും ഇങ്ങനെ 2 തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നിലനിൽക്കുന്നത്. ഈ രീതിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ഭൂമിയെല്ലാം തന്നെ പല ആളുകളും പിടിച്ചെടുത്ത് ഇവിടെ ബിൽഡിങ്ങുകൾ അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പള്ളിയും അതോടൊപ്പം മറ്റ് സ്കൂൾ അടക്കമുള്ളവ ഇതിന് സമീപത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാലങ്ങളായി പതിറ്റാണ്ടുകളായി ക്ഷേത്രത്തിൻ്റെ അധീനതയിൽ ഉള്ളതാണ്. കണ്ണമംഗലം വില്ലേജിൽ അടക്കം അങ്ങനെ തന്നെയാണ്. ഈ വില്ലേജിൽ അടക്കം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭൂമി എന്നാണ് ഇതിൽ ആധാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് വർഷങ്ങളായി പലരും ഈ ക്ഷേത്രഭൂമി അവർ പിടിച്ചെടുത്തു. പിന്നീട് ഇവിടെ ബിൽഡിങ്ങുകളും അതോടൊപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങളും മറ്റ് പല രീതിയിലുമുള്ള നിർമ്മിതികൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ വിശ്വാസികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ക്ഷേത്രക്കുളത്തിൽ ക്ഷേത്രത്തിൻ്റെ അധീനതയിലായിരുന്ന ഈ കുളത്തിൽ കക്കൂസ് മാലിന്യം തള്ളിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതികൾ നൽകിയിട്ടുണ്ട്. മലപ്പുറം SP അടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് കൃത്യമായി തന്നെ നടപടികൾ വേണം എന്നാണ് പറയുന്നത്. എന്താണ് നിലവിൽ ഈ ക്ഷേത്രഭൂമിയുടെ നിലവിലുള്ള സ്ഥിതി അവസ്ഥ എന്താണ്? ഇതിപ്പോൾ 91-ലാണ് ഇവിടെ കേസ് നടക്കുന്നത്. അതിനുശേഷം പല ബിൽഡിങ്ങുകളും ഉണ്ടാക്കി ക്ഷേത്ര കമ്മിറ്റീൻ്റെ പേരിലും അതുപോലെ നാട്ടുകാരും ഒരുമിച്ച് ഈ സംരംഭം വീണ്ടും കിട്ടണമെന്നുള്ള ആവശ്യത്തിലാണ്. ഇപ്പോൾ വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവർ കോടതി കൊടുത്തു. പക്ഷേ വഖഫ് കോടതി തള്ളി. അവർക്ക് ഇതിൽ സ്കൂളിനോ മദ്രസിനോ അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് വഖഫ് അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചില്ല. അവർക്ക് അനുകൂലമില്ല. അത് കോടതി ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വഖഫിന് അതിൽ അധികാരം ഇല്ല എന്നാണ് പറഞ്ഞത്. വഖഫിന്റെ കോടതിയിൽ ഫസ്റ്റ് കോടതി പിന്നീട് അത് അവർ പറഞ്ഞത് അവർക്ക് അതിൽ അധികാരം ഇല്ലായിരുന്നു പിന്നെ ഇടപെടാനുള്ള. ഇപ്പം അതിന് ശേഷം തിരൂർ കോടതിയാണ് ഇപ്പോൾ തീരുമാനിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. പിന്നെ 77-ലാണ് ഇവർക്കത് പിന്നെ സ്കൂളിൻ്റെ മാനേജർക്ക് കുറച്ച് സ്ഥലം ദാനം കൊടുത്തു എന്നാണ് അവർ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ ആരെ കയ്യിൽ നിന്ന് ദാനം കിട്ടിയെന്നോ എങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ അതിൽ ആധാരത്തിൽ നിന്നും വിശദീകരിക്കുന്നില്ല. ഈ വില്ലേജിലൊക്കെ എങ്ങനെ ഇതിൻ്റെ അടിയാധാരം ഒക്കെ എങ്ങനെയാണ്? ഇത് അറക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥലമാണ് കാണിക്കുന്നത് വില്ലേജിലൊക്കെ. എത്ര കാലമായി ഇത് ഇങ്ങനെ ഈ കേസൊക്കെ നിലവിൽ ഈ ക്ഷേത്രത്തിൽ പൂജകളൊക്കെ നടക്കുന്നുണ്ട്? പൂജ നടക്കുന്നുണ്ട്. ഇത് 91-ൽ കൊടുത്ത കേസാണ്. ഏകദേശം 38 വർഷം ആയി. പൂജകളോ താൽക്കാലികമായിട്ടൊരു ക്ഷേത്രം 5 സെന്റ് സ്ഥലം ഭൂമി വിലയ്ക്ക് വാങ്ങിയിട്ട് അതിലൊരു ബാലാലയ ക്ഷേത്രമായിട്ട് പൂജ നടക്കുന്നുണ്ട്. ഇനി സ്ഥലം മറ്റുള്ള സ്ഥലം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ എന്താണ് ഈ കേസിൻ്റെ ഒക്കെ ഒരു നിജസ്ഥിതി എന്താണ് നിലവിൽ? ഇങ്ങനെ ഈ നിലവിൽ അത്തരത്തിൽ ഇത് കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി തിരിച്ച് ക്ഷേത്രത്തിന് തന്നെ തിരിച്ചു കിട്ടണം എന്നാണ് വിശ്വാസികളുടെ ആവശ്യം. അത്തരത്തിലുള്ള ഒരു അനുകൂല വിധി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അതിക്രമം ഇവിടെ നടന്നത്. ഈ സംഭവത്തിൽ കൃത്യമായ നടപടികൾ വേണം എന്നാണ് വിശ്വാസികളുടെ ഒരു ആവശ്യം.